ജഡ്ജി ഹാണിയം വർഗീസ് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 8 വർഷമായി കേരളത്തെ പിടിച്ചു കുലുക്കിയ കേസാണ് നടൻ ദിലീപ് പ്രതിയായിട്ടുള്ള നടിയെ ആക്രമിച്ച കേസ്. ഓടുന്ന വാഹനത്തിൽ വെച്ച് അതിക്രൂരമായി നടിയെ ആക്രമിച്ച കേസിൽ വിധി വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് കേരള സമൂഹം. ഈ കേസിൽ നീതി പുലർന്നില്ലെങ്കിൽ മറ്റേത് കേസിൽ ഇത്രയധികം കേരള സമൂഹം ചർച്ചയായ ഒരു കേസിൽ ഈ കൊട്ടേഷൻ കൊടുത്ത ആൾ രക്ഷപ്പെട്ടു പോവുകയാണെങ്കിൽ അത് എത്രമേൽ മുറിവേൽപ്പിക്കും കേരള മനസാക്ഷിയെ, സ്ത്രീകളുടെ സുരക്ഷിതത്വ ബോധത്തെ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. പക്ഷേ കോടതിക്ക് മുമ്പിൽ തെളിവുകളാണ് മുഖ്യം. തെളിവുകൾ ഇഴകീറി പരിശോധിക്കുമ്പോൾ അതിൽ നെല്ലും പതിരും വേർതിരിക്കപ്പെടുമ്പോൾ കോടതി മുൻപാകെ വരുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനമെടുക്കുക. അതുകൊണ്ട് കോടതി എന്ത് വിധി പറയുമെന്ന ഒരു പ്രതീക്ഷയോ അതല്ലെങ്കിൽ പ്രവചനമോ അസാധ്യമാണ്. പക്ഷേ ഈ കേസ് ഒരു വ്യക്തിക്ക് സംഭവിച്ച ഒരു വലിയ അസോൾട്ട് എന്നുള്ളതിനപ്പുറത്ത് കേരളത്തെ തന്നെ മുറിപ്പെടുത്തിയ, കേരള സമൂഹം അത്രമേൽ ആകാംക്ഷയോടുകൂടി നീതി പുലരുമോ എന്ന് ആശങ്കപ്പെടുന്ന കേസാണെന്ന സവിശേഷതയുണ്ട്. ഒന്നാം പ്രതി പൾസർ സുനിക്കും നടിക്കും തമ്മിൽ യാതൊരു തരത്തിലുള്ള മുൻവൈരാഗ്യവും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, പൾസർ സുനിയെ 1 മാസക്കാലത്തെ പരിചയം ഈ പെൺകുട്ടിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ കൊട്ടേഷൻ റേപ്പ് എന്ന കാര്യം, ഒരു ക്രിമിനൽ പ്രവൃത്തി നടപ്പിലാക്കാൻ വേണ്ടി ഒരു നാടകം, ഒരു ആക്സിഡന്റ് നാടകം സംഘടിപ്പിച്ചതിന് ശേഷം പൾസർ സുനി ആ വണ്ടിയിലേക്ക് വന്ന് കയറുമ്പോൾ നടി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഇവിടെ, നിങ്ങൾക്ക് എന്താണ് കാര്യം എന്നുള്ളത്. അപ്പോൾ ഇത് ഒരു കൊട്ടേഷനാണ് എന്ന് പറയുന്നുണ്ട്. ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ലേ, ഞാൻ വേണമെങ്കിൽ ആ പണം നിങ്ങൾക്ക് നൽകാമെന്ന് ആരെങ്കിലും വാഗ്ദാനം ചെയ്ത പണം നൽകാം എന്ന് പറയുമ്പോൾ അങ്ങനെ കഴിയില്ല, ഞാനും ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് എന്ന് പറഞ്ഞു എന്നതടക്കമുള്ള മൊഴികളാണ് ആ പെൺകുട്ടി നൽകിയിരിക്കുന്നത്. ഒരു മുൻവൈരാഗ്യവും ഒന്നാം പ്രതിക്ക് പെൺകുട്ടിയോടില്ല എന്ന് ഇരിക്കെ ആരാണ് ഈ ക്രിമിനൽ കുറ്റത്തിന് അവരെ പ്രേരിപ്പിച്ചത്, ആരാണ് അതിന് പണം മുടക്കിയത്, ആരാണ് ഇവരെ അടക്കം നിരീക്ഷണത്തിലാക്കിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. ദിലീപിന്റെ ഡ്രൈവറായിരുന്ന അപ്പുണ്ടി ഏതാണ്ട് 10-22 മിനിറ്റോളം ആ വാഹനത്തിന് പിന്നിൽ മറ്റൊരു വാഹനത്തിൽ ഇവരുടെ അതേ സഞ്ചാരപാതയിൽ ഉണ്ടായിരുന്നു, ഒരേ ടവറിൽ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ. ആ വാഹനത്തിൽ നിന്ന് അപ്പുണ്ണി ദിലീപിന്റെ സഹോദരിയുടെ ഫോണിലേക്ക് ഏതാണ്ട് 22 മിനിറ്റ് നീളുന്ന ഒരു കോൾ ചെയ്തിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ ഇതൊക്കെ എത്രത്തോളം തെളിയിക്കാൻ സാധിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ വിധി വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. തീർച്ചയായിട്ടും ആ വിധി കാത്തിരിക്കുമ്പോൾ വിസ്മരിക്കാൻ കഴിയാത്ത ചില പേരുകളുണ്ട്. ആ പേരുകളിലൊന്ന് പി ടി തോമസിൻ്റെതാണ്. അന്ന് തൃക്കാക്കര MLA ആയിരുന്ന പി ടി തോമസിന്റെ ഇടപെടലാണ് ഇതിലെ ഒരു പരാതിയിലേക്ക് നയിച്ചത്. ഇല്ലെങ്കിൽ സിനിമാ മേഖലയിൽ നടന്ന അനവധി കുറ്റകൃത്യങ്ങൾ പോലെ ഇതൊരു പരാതിയാകാതെ ബ്ലാക്ക് മെയിലിംഗിൽ അവസാനിച്ചേനെ. പക്ഷേ പി ടി തോമസ് ധീരമായി നിലപാടെടുത്തു. അതുപോലെ മറ്റൊരു പേര് ബാലചന്ദ്രകുമാറിൻ്റെതാണ്. ബാലചന്ദ്രകുമാർ നേരിട്ട് ദിലീപിന്റെ വീട്ടിൽ കണ്ട ചില കാര്യങ്ങൾ പിന്നീട് തുറന്നു പറഞ്ഞതാണ് പ്രോസിക്യൂഷന് വലിയ തോതിൽ സഹായമായത്. ദിലീപ് വീട്ടിൽ വെച്ച് ഈ വീഡിയോ, നടിയെ ആക്രമിച്ച് പകർത്തിയ വീഡിയോ കണ്ടതടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് ബാലചന്ദ്രകുമാർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ വെളിപ്പെടുത്തുകയും പൊതുസമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുകയും അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്ന തെളിവുകൾ, മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത തെളിവുകൾ നൽകുകയും ഒക്കെ ചെയ്തു. ഈ 2 പേരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. 2 പേരും, പി ടി തോമസും അതുപോലെ തന്നെ ബാലചന്ദ്രകുമാറും, 2 പേരുടെയും ദേഹവിയോഗം ഈ കേസിന്റെ വിചാരണ ഘട്ടത്തിലായിരുന്നു. ഈ 2 പേർ നീതിക്ക് വേണ്ടി നിന്ന അനശ്വര നക്ഷത്രങ്ങളായി മാറുന്നു. എന്തായാലും നീതി പുലരുമോ എന്നുള്ളത് അറിയാൻ നമ്മൾ കാത്തിരിക്കുന്ന ഈ വേളയിലും ഈ കേസിലെ വിധി എന്ത് തന്നെയായാലും കേരളം നിൽക്കേണ്ടത് അവൾക്കൊപ്പമാണ്, അവൾക്കൊപ്പം മാത്രമാണ്. അത്രമേൽ ഹീനമായ ഒരു കുറ്റകൃത്യത്തിൽ എന്ത് ആണ് കോടതി കാണുന്നത് എന്നുള്ളതിലേക്കാണ് നമ്മൾ ഇനി വരുന്ന മണിക്കൂറുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്.